ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് കമ്പനി നന്നായി ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ ഇത് ഗവൺമെന്റ് ഇന്നൊരു പുതിയൊരു they might move an amendment in the finance bill allowing the taxpayers to select either 12%, 12.5% LTCG taxes without indexation or 20% LTCG with indexation for property bought before July 23rd, 2024. അപ്പോൾ ഇത് ചെറിയൊരു മാറ്റം ഇന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയാണ് ഈ റിയൽ എസ്റ്റേറ്റ് കമ്പനീസ് ഇന്ന് മൂവ് ചെയ്യുന്ന ഉള്ള ന്യൂസ് കണ്ടത്. അപ്പോൾ ഇതെന്താണ് നിങ്ങൾക്കറിയോ? ഇൻഡെക്സേഷൻ ഫോർ എ പ്രോപ്പർട്ടി. ഇൻഡെക്സേഷൻ ഫോർ എ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ നിങ്ങൾ indexation എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് യൂസ് ടു അഡ്ജസ്റ്റ് ദി പർച്ചേസ് പ്രൈസ് ഓഫ് എ പ്രോപ്പർട്ടി ഫോർ ഇൻഫ്ലേഷൻ ഓവർ എ ടൈം. അപ്പോൾ ഇതെന്താ സംഭവിക്കുക വെച്ചാൽ ദിസ് അഡ്ജസ്റ്റ്മെന്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻസ് വെൻ യു സെൽ ദ പ്രോപ്പർട്ടി. അത് നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങിച്ച് കഴിഞ്ഞിട്ട് അത് വിൽക്കുന്ന സമയത്ത് അതിൻ്റെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന വിധാണിത്. ഞാൻ എന്താ എക്സ്പ്ലെയിൻ ചെയ്തില്ല. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ അതിന് പറയുക കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയും, CII. ഇത് ഒരു നമ്പർ ഗവൺമെന്റ് പബ്ലിഷ് ചെയ്യുന്ന ഒരു കൊല്ലത്തിൽ പബ്ലിഷ് ചെയ്ത നമ്പറാണ്. അത് ഇൻഫ്ലേഷനെ മെഷർ ചെയ്യാൻ ഗവൺമെന്റ് പബ്ലിഷ് ചെയ്യുന്ന നമ്പറാണ്. അപ്പോൾ ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന പ്രൈസിന് മൾട്ടിപ്ലൈഡ് ബൈ ദ ഫ്രാക്ഷൻ വേർ ദ CII ഓഫ് ദ ഇയർ ഓഫ് സെയിൽ. നിങ്ങളാ വിറ്റ കൊല്ലമില്ലേ, അതിൻ്റെ അകത്ത് CII ഓഫ് ദ സെയിൽ ഈസ് എ ന്യൂമറേറ്റർ ആൻഡ് CII ഓഫ് ദ ഇയർ ഓഫ് ദ പർച്ചേസ് ഇസ് ദ ഡിനോമിനേറ്റർ. അപ്പോൾ അങ്ങനെ വെച്ചാൽ ദിസ് അഡ്ജസ്റ്റഡ് പ്രൈസ് ഈസ് ദെൻ സബ്ട്രാക്റ്റഡ് ഫ്രം ദി സെയിൽ പ്രൈസ് ടു ഡിറ്റർമിൻ ദ ക്യാപിറ്റൽ ഗെയിൻസ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്തു. അത് ഫോർ എക്സാമ്പിൾ ഞാനൊരു സിമ്പിൾ നിങ്ങൾക്ക് പറയാമെന്ന് വെച്ചാൽ നിങ്ങളൊരു 2010 നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്നത് 10 ലക്ഷം റുപ്യ കൊടുത്തിട്ട് പ്രോപ്പർട്ടി വാങ്ങിക്കും. അപ്പോൾ 2010 ഗവൺമെന്റ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ CII എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ 167 അതിൻ്റെ വാല്യൂ എന്ന് വെച്ചു. അപ്പോൾ നിങ്ങളെന്താ ചെയ്യുന്നത് വെച്ചാൽ പ്രോപ്പർട്ടി ഞാൻ വാങ്ങിക്കുന്നത് എന്തിനാ നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങുന്നത്? നിങ്ങൾ ഇൻഫ്ലേഷൻ എല്ലാവരും നാട്ടിൽ പ്രോപ്പർട്ടി വാങ്ങുന്ന ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യാണല്ലോ. നിങ്ങൾ വിചാരിക്കുന്നത് ഞാനൊരു പറമ്പ് വാങ്ങിച്ച് വീട് വാങ്ങിച്ച് ഒരു ഫ്ലാറ്റ് വാങ്ങിച്ച് ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്, അതൊരു 10 കൊല്ലം കഴിഞ്ഞ് വിറ്റാൽ എനിക്ക് ഇപ്പോൾ ഇന്ന് 50 ലക്ഷം റുപ്യേൻ്റെ ഫ്ലാറ്റ് 10 കൊല്ലം കഴിഞ്ഞ് വിറ്റാൽ എനിക്ക് 1 കോടി റുപ്യ കിട്ടുന്നുള്ള വ്യാമോഹം കൊണ്ടാണല്ലോ എല്ലാവരും പോയിട്ട് ഇത് ഈ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ഗവൺമെൻറ് അവർക്കെല്ലാം ഒരു ശരിക്കുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇതിപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഈ കാൽക്കുലേഷൻ ചെയ്യുന്ന ആലോചിച്ചു എങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾ 10 ലക്ഷം റുപ്യേൻ്റെ പ്രോപ്പർട്ടി 2010 മേടിക്കുന്നത്, അതിന് CII ഗവൺമെൻറ് ഇടുന്നത് 167. ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ വാല്യൂ പറയുന്നത്, നിങ്ങൾ 2024 പ്രോപ്പർട്ടി 50 ലക്ഷം റുപ്യെന്ന് വെച്ചു, 10 ലക്ഷത്തിന് 50 ലക്ഷം റുപ്യക്ക്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ എനിക്ക് 40 ലക്ഷം റുപ്യ പ്രോഫിറ്റ് കിട്ടുമല്ലോ അത് വിറ്റ് ചെയ്യാനാണ്. അതാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തരം. കാരണം വെച്ചാൽ ആ 2024 CII ഗവൺമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 331 വിചാരിച്ചു. ഇതെല്ലാം ഹൈപ്പോത്തറ്റിക്കൽ ഫിഗേഴ്സ് ആണ്. അപ്പോൾ അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഈ 10 ലക്ഷം റുപ്യനെ കൊണ്ട് ഈ 331 ഡിവൈഡഡ് ബൈ 167, 10 ലക്ഷം റുപ്യനെ മൾട്ടിപ്ലൈ ചെയ്യുക. 331 എപ്പോൾ വരുന്നത്? 2024 ഗവൺമെന്റ് കാൽക്കുലേറ്റ് നിങ്ങൾ വിൽക്കുമ്പോൾ. 2010 വാങ്ങിച്ച് 2024 വെക്കും. അപ്പോൾ 2024 അതിൻ്റെ CII എന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 333. അപ്പോൾ 333 167 ഉണ്ടായിരിക്കും. ഈ 167 എന്ന് വെച്ചാൽ 2010 CII ഗവൺമെന്റ് നിങ്ങൾ വാങ്ങിച്ച സമയത്തുള്ള. അപ്പോൾ 10 × 10 lakhs ഇൻറ്റു ഈ വാല്യൂ വരുന്നത് വെച്ചാൽ 19.82 ലക്ഷം എന്ന് വിചാരിച്ചു. അതാണ് അതിൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ എങ്ങനെ അതിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക? നിങ്ങൾ വിൽക്കുന്ന എത്ര? 50 ലക്ഷം റുപ്യ. 50 ലക്ഷം റുപ്യക്ക് 2024 വിൽക്കുന്നത് ആ മൈനസ് ചെയ്ത് 19.82 ലക്ഷം മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടിയാൽ 30.18 ലക്ഷം. ഇത് നിങ്ങളെ കയ്യിൽ കിട്ടും. ചുരുക്കം പറയാന്ന് വെച്ചാൽ 50 ലക്ഷം റുപ്യക്ക് നിങ്ങൾ വിൽക്കുമ്പോൾ 10 ലക്ഷം റുപ്യ വാങ്ങിച്ച് ഫ്ലാറ്റ് ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് വിൽക്കുമ്പോൾ 50 ലക്ഷം റുപ്യ ഇട്ടുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ കിട്ടുന്ന 30 ലക്ഷം റുപ്യ ഉണ്ടാവും. ബാക്കിയെല്ലാം ടാക്സ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൽ ചെറിയൊരു അമെൻമെന്റ് ഇത് കൊണ്ടുവരുന്ന പറഞ്ഞില്ല. അത് എന്താണെന്ന് വെച്ചാൽ അതിന് പകരം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് കൊണ്ടുവരാന്ന് പറഞ്ഞില്ല. 12.5% ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വിത്തൗട്ട് ഇൻഡെക്സേഷൻ. അത് എപ്പോഴാന്ന് വെച്ചാൽ ജൂലൈ 23, 2024 മുമ്പിൽ വാങ്ങിച്ച കൂട്ടറാണ്.
അതാണ് അങ്ങനെ പറഞ്ഞില്ല. പക്ഷേ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ ഇനിയിപ്പം ഗവൺമെൻറ് എന്തുകൊണ്ട് ഇന്നറിയാം മാർക്കറ്റിൽ എന്താണുള്ളത്. ഇതെങ്ങനെയാണ് മാർക്കറ്റിൽ ന്യൂസ് ഞാൻ കണ്ടത്. അതുകൊണ്ട് പ്രോപ്പർട്ടിയിൽ പോയിട്ട് വലിയ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന കൂട്ടർ ഇനിയിപ്പോൾ അപ്പോൾ നിങ്ങൾ ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടാൽ ഇതിന് ഏകദേശം കിട്ടുന്ന ഏകദേശം വലിയ പൈസയൊന്നും വ്യത്യാസം വരില്ല. അതുകൊണ്ടല്ലായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് പ്രോപ്പർട്ടി പ്രൈസ് ടാക്സിനേഷൻ ഭയങ്കരമായിട്ട് എല്ലാ DLF ഇതുപോലത്തെ കമ്പനികളുടെ മൂക്കൂത്തി വീണ. കാരണം വെച്ചാൽ നിങ്ങൾ പ്രോപ്പർട്ടി മിക്ക കൂട്ടറും പ്രോപ്പർട്ടി പൈസക്കാരിൽ മേടിക്കും. അപ്പോൾ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വിൽക്കുമ്പോൾ അതിൻ്റെ അകത്ത് വലിയ ലാഭമൊന്നും കിട്ടാൻ ഇനി പോകുന്നില്ല. പണ്ട് കാലത്ത് വെച്ച കൂട്ടർക്ക് വാങ്ങിച്ച കൂട്ടർക്കും ഈ ഇൻഡെക്സേഷനിൽ വരും. അപ്പോൾ അന്നേരത്ത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യും. അത് വാങ്ങിച്ച സമയത്ത് നിങ്ങളിപ്പോൾ ഒരു 1990 ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 20 ലക്ഷം റുപ്യക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ CIA എത്രയെന്ന് ഗവൺമെൻറ് കാൽക്കുലേറ്റ് ചെയ്യും. അതുപോലെ നിങ്ങളിപ്പോൾ 2024 നോക്കുമ്പോൾ അപ്പോഴത്തെ CIAയും ഗവൺമെൻറ് കാൽക്കുലേറ്റ് ചെയ്യും. ക്യാപിറ്റൽ എന്നാ CIA എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഈ ഗെയിൻ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്നാണ് പറയുക. കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആണ് CIA. അപ്പോൾ അന്നേരത്തുള്ള പണപ്പെരുപ്പ് എത്രയാണ് CIA, അന്നേരത്തുള്ള നമ്മളെ പണപ്പെരുപ്പ് എത്രയാണെന്നുള്ള അവർ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1990 പണപ്പെരുപ്പ് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. 2024 പണപ്പെരുപ്പ് ഇത്രയും ഉണ്ടായിരുന്നു കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷനോ. അപ്പോൾ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് കിട്ടുക. അപ്പോൾ നല്ല ഡിഫറൻസ് വരും. കാരണം നിങ്ങളിപ്പോൾ ഇപ്പോഴത്തെ പണപ്പെരുപ്പം നോക്കുക വെച്ചാൽ ഹൈ അല്ലേ, അന്ന് പണപ്പെരുപ്പം കുറവല്ലേ. അപ്പോൾ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തു അത് -8 കിട്ടും പൈസ. അപ്പോൾ അതാണ് കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് വരുന്നത്, ഇൻഡെക്സേഷൻ. ആ ഇൻഡെക്സേഷൻ റിമൂവ് ചെയ്താൽ മാത്രമേ നമ്മൾ ഈ റിയൽ എസ്റ്റേറ്റിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അതൊരു സബ്ജക്റ്റ്. ഇനി രണ്ടാമത്തെ സബ്ജക്റ്റ് ആകുമ്പോൾ ഞാൻ ലൂപ്പിന് ഇന്ന് നല്ല റിസൾട്ടാണ് വന്നിട്ടുള്ളത്. ലൂപ്പിൻ്റെ റിസൾട്ട് ഓൾറെഡി സ്റ്റോക്കെല്ലാം വളരെ അധികമായി കഴിഞ്ഞു. അതെല്ലാം വളരെ മുന്നിൽ വേണ്ടിയിരുന്നു. ഇനിയിപ്പം പോയിട്ട് ആ സ്റ്റോക്ക് വാങ്ങിച്ചുകൊണ്ടൊന്നും നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ വിചാരിക്കട്ടെ. മാർക്കറ്റിൽ ന്യൂസ് വന്നതിന് ശേഷം നിങ്ങൾ മേടിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഇന്നലെ വീഡിയോ പറഞ്ഞില്ല, മാർക്കറ്റ് ക്രാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സെല്ല് പറഞ്ഞോണ്ട് മാർക്കറ്റ് തിരിച്ചു കാര്യമില്ല. ഇത് ഇന്നല്ലോ ടാറ്റ പവർ നല്ല റിസൾട്ടാണ് വന്നിട്ട്. ടാറ്റ എല്ലാ പവർ കമ്പനിയും നല്ല റിസൾട്ടാണ്. കാരണം കഴിഞ്ഞ സമ്മറിൽ നല്ലോണം പവർ കൺസ്യൂം ചെയ്യുന്നില്ല നമ്മളല്ലോ. പിന്നെ നമ്മളെ ഹിൻഡാൽക്കോന് പിന്നെ ഈ ഒരു കറപ്ഷൻ കേസിൽ അവർ ഹിൻഡാൽക്കോ കമ്പനിയുടെ എൻവയോൺമെന്റ് ക്ലിയറൻസ് കേസ് കോൾ മൈനിങ്ങിൽ പ്രോബ് ചെയ്യുന്നുണ്ട്. സെൻട്രൽ പ്രോബ് ഏജൻസി അലിഗേറ്റ് കറപ്ഷൻ ഗെറ്റിംഗ് എൻവയോൺമെന്റൽ ക്ലിയറൻസ് ഫോർ കോൾ മൈനിങ് 2013 അങ്ങനെ ഒരു കറപ്ഷൻ കേസ് അവർ നടക്കുന്നുണ്ട് ഹിൻഡാൽക്കോന്റെ പേരിൽ. പിന്നെ ഗ്ലാൻഡ് ഫാർമയുടെ റിസൾട്ട് വളരെ മോശമാവത്തില്ല. ആ കമ്പനി അത്ര നല്ലൊരു കമ്പനിയൊന്നുമില്ല. ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. ഇനി അടുത്ത മാർക്കറ്റ് എങ്ങനെയാണ് പോകുന്നത് വെച്ചാൽ ഐ വിൽ അപ്ഡേറ്റ് യു ലേറ്റർ. സോ കൈൻഡ്ലി സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു വെരി മച്ച് ഫോർ വ്യൂയിങ് മൈ ചാനൽ.